നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞു കാണും, എന്നെ അറിയുന്നവർക്കൊക്കെ. എൻ്റെ മാമൻ്റെ മോൻ ഇന്ത്യൻ ആർമിയിലായിരുന്നു. അദ്ദേഹം ഇന്ന് രാവിലെയാണ്. അപ്പോൾ രാവിലെ റിപ്പോർട്ട് വന്നു, കൺഫേം ചെയ്തു. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ തമിഴ്നാട്ടിലേക്ക് യാത്രയിലാണ്. വളരെ ചെറുപ്പമാണ്, പ്രായം 33 ഇത് രാജ്യത്തിന് വേണ്ടി കാവൽ നിൽക്കാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഭാഗ്യമുള്ള കാര്യമല്ലേ. അപ്പോൾ അവിടെ വെച്ച് എന്തെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറയില്ല വീഡിയോയിൽ. അപ്പോൾ അതാണ് ഒരുപാട് ആൾക്കാർ എൻ്റെ വൈകിട്ട് 3 മണിത്തെ ലൈവ് പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ്. ഇനി ഇത് കഴിഞ്ഞ് ട്രെയിൻ കയറി വേണം പോകാനായിട്ട്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് പറയണമെന്ന് വെച്ചു. ഒരുപാട് ആൾക്കാർ എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിലൊന്നും നമ്മൾ ഇതിലൂടെ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല. പ്രായം എന്ന് വെച്ചാൽ വളരെ ചെറുപ്പമാണ്, 33 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. ഇങ്ങനത്തെ രാജ്യത്തിന് വേണ്ടിയല്ലേ, അതൊക്കെ നമുക്ക് ആലോചിക്കണം. ഞങ്ങളുടെ ഫാമിലിയിൽ ഇന്ത്യൻ ആർമിയിൽ ഒരുപാട് പേരുണ്ട്, ഇഷ്ടംപോലെ. ഇത് ആർമി കുടുംബം തന്നെ പറയാം, അതുപോലെയാണ്. എന്നാലും ജയ് ഹിന്ദ്. ഇനിയും ഇന്ത്യൻ ആർമിയിലേക്ക് ഇനിയും ഒരുപാട് പേരെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൊടുക്കും. ഇന്ത്യക്ക് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി കൊടുക്കും, ഉറപ്പായിട്ടും കൊടുക്കും. യാതൊരു സംശയവും വേണ്ട. ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. ഈ രാജ്യം ഞങ്ങളുടെ ആണ്, ഞങ്ങൾക്ക് അവകാശപ്പെട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ രാജ്യം സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഓരോരുത്തരും ഉത്തരവാദിത്തമാണ്. അടുത്ത് തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇനിയും ആർമിയിലേക്ക് ഒരുപാട് പേരെ റിക്രൂട്ട്മെൻറ്റ് ഞങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ആർമിയിലേക്ക് വേണ്ടി ഒരുപാട് ആൾക്കാരെ ഇതിന് മുന്നും കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കൊടുത്തു. ഇനിയും ഈ രാജ്യത്തിന് വേണ്ടി ഞങ്ങളെല്ലാം തരും. ജയ് ഹിന്ദ്.